എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ലൈവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വേത മേനോൻ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു വീട്ടുകാരെ ഫുള്ള് പൂട്ടി. വേറെ ലെവല് ലൈവ്, ഭയങ്കര എൻ്റർടൈൻ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ലൈവ് കണ്ടുപിടിക്കുന്നത്. ചിരിക്കാനാണെങ്കിൽ ചിരിക്കാനുണ്ട്, സീരിയസിനാണെങ്കിൽ സീരിയസിനുണ്ട്. ഇവരുടെ ഗെയിം പൊളിക്കാനാണ് സാബുവും ശ്വേതയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. വേറെ ലെവലാവും. സായി, അപ്സര, ശരണ്യ, നന്ദന, ഇവർ 4 പേരും അവരെ ജോലി രാജിവെച്ചിരിക്കുകയാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അടി വീടിനകത്ത് നടന്നതിന് ശേഷമാണ് ഇവർ അവരുടെ ജോലി രാജിവെക്കുന്നത്. ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു. ശ്വേത പൊളിയുടെ പൊളി. സീസൺ 1 ശ്വേത അല്ല, ഒരു വേറെ ലെവല്, വേറെ ഗെറ്റപ്പ്, വേറെ. എനിക്ക് എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈവ് കണ്ടുകൊണ്ടിട്ട് ലൈവിൽ നിന്ന് ഇപ്പം എനിക്ക് മാറാൻ വയ്യ ആ അവസ്ഥയാണ്. സാബു പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയാണ് കാര്യം. ശ്വേത അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, ഈ പവർ നമുക്കില്ലേ, കയ്യിലൊരു ഡയമണ്ടും ഉണ്ട്. എന്തായാലും പൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കളി മാറും, വേറെ ലെവലാവും. ഇന്ന് ഈ ടാസ്ക് അവസാനിക്കുന്നില്ല, നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നിനി ബസറൊന്നും അടിക്കൂലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ തുടക്കം മുതലേ ഉള്ള സംഭവം പറയണം. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സാബു ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞൊരു കിച്ചൺ ടീം, അതായത് നമ്മുടെ സായി, ശരണ്യ, അപ്സര എന്ന കിച്ചൺ ടീം 5 മിനിറ്റ് ലേറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് സാബു ഇവരെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാനായിട്ട് HR പറയുകയാണ്. അപ്പോൾ ഇവർ താമസിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർക്ക് ടിപ്പ് കൊടുത്തിരുന്നു. എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ കൊടുത്ത ടിപ്പിൽ 20 പോയിന്റ് എനിക്ക് തിരിച്ചു വേണം. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. എനിക്ക് ടിപ്പ് വാങ്ങിച്ച് തരണം എന്ന് പറയുകയാണ്. അങ്ങനെ ഋഷി നേരെ പോയി അവരെടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്ന ടിപ്പ് തിരിച്ചു കൊടുക്കണം, 20 ടിപ്പ്. പറഞ്ഞു ഇല്ല, തരാൻ പറ്റത്തില്ല, നമുക്ക് തരാൻ പറ്റത്തില്ല. അപ്പം ഇത് നേരെ ഋഷി പോയി അവിടെ പറയുന്നു, സാറോട് ചാൻസ് കൂടി അവർക്ക് കൊടുക്കും സാർ, അവരെ പിരിച്ചു വിടണോ സാറേ, പിരിച്ചൊന്നും വിടണ്ട, എനിക്ക് 20 ടിപ്പ് തന്നാൽ മതി എന്ന് സാബു പറയുന്നുണ്ട്. ഇല്ല, കേൾക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ ഞാൻ കരുതിക്കോളാം. അപ്പോൾ അത് മോഷണം പോയതുപോലെ അല്ലെങ്കിൽ കളവ് പോയതുപോലെ ഞാൻ കരുതിക്കോളാം. ഇത് നേരെ പോയി ഋഷി അപ്പുറത്ത് പറയുന്നു. അപ്പം അവർക്ക് അപ്പം ഋഷി പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇത് കള്ളന്മാർ മോഷ്ടിച്ചതുപോലെയാണ്, നിങ്ങൾ കള്ളന്മാരെ പോലെയാണ്, കള്ളരാണ് നിങ്ങൾ എന്ന് വ്യക്തമായിട്ട് ഋഷി പറയുന്നുണ്ട്. ഇത് കയറി ആർക്ക് കൊള്ളുന്നു? ഈ പറയുന്ന ടണൽ ടീമിലെ എല്ലാവർക്കും കൊള്ളുന്നുണ്ട്. അങ്ങനെ ഇത് വീണ്ടും സാബു ഫയർ ചെയ്യുകയാണ് HR-നെ ഇവിടെ ഒരു വിലയും ഇല്ല, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുന്ന ഇങ്ങനെ ടിപ്പ് നിങ്ങൾ വാങ്ങിച്ച് തരൂലായിരുന്ന, നിങ്ങളവിടെ ആരും വില വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാബു ഭയങ്കര ഫയർ. ഇതെല്ലാം പവർ ടീം മാറിയിരുന്ന് കാണുന്നുണ്ട്. പവർ ടീം കണ്ടിട്ട് പറയുകയാണ്, ഇത് ഋഷിയെ ഇളക്കാൻ വേണ്ടിയിട്ട് ഈ സാബു ചെയ്യുന്ന വേലയാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, ഇളക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ഋഷിക്ക് തലക്കനം കൊടുക്കാതെ ഋഷി അവിടെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന ടണൽ ടീമിനെതിരെ നമ്മളൊരു ആയുധം ഇറക്കണം എന്നാര് അൻസിബയും നോറയും കൂടെ തീരുമാനിക്കും. അതൊക്കെ ബ്രില്യൻ പ്ലേ ആണ്, അതൊക്കെ ഭയങ്കര ബ്രില്യൻ പ്ലേ ആണ് സത്യം. അപ്പോൾ ഋഷിക്ക് ഈ സംഭവം അറിയത്തില്ല, ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യം അറിയത്തില്ല. അപ്പോൾ ഋഷി അങ്ങോട്ട് പോയി പറയുന്നു, ഇങ്ങോട്ട് പോയി പറയുന്നു. ഋഷി അവസാനം പോയി പറയുന്ന സമയത്ത് ആവശ്യമില്ലാതെ ഋഷി അപ്സരയുടെ മുകളിൽ തട്ടിക്കയറുന്നുണ്ട്. അപ്പം നിങ്ങൾ കള്ളരെ പോലെയാണ്, കള്ളന്മാരെ പോലെയാണെന്ന് പറയുമ്പോൾ അവരെ ഇല്ല നമ്മൾ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ടിപ്പ് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ തീരുമാനിച്ചു നമുക്ക് ടിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ടിപ്പ് കൊടുക്കില്ല. എന്താണ് ബാക്കി കാരണം? നമ്മൾ ഇവിടുത്തെ പണികൾ ഫുള്ളും ചെയ്യും, നമുക്ക് ഇനി ടിപ്പും വേണ്ട, ഒന്നും വേണ്ട. സായി പക്ഷേ ഇതേ സമയം പറയുന്നുണ്ട്, ഇനി ഈ സാബുവിൻ്റെ കയ്യിൽ ടിപ്പ് ഇല്ലെങ്കിലോ? അപ്പം നമ്മൾ ഈ 20 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ ഈ 20 കൊടുക്കുമ്പോൾ സാബു ഞാൻ കൊടുത്ത ടിപ്പ് തിരിച്ചു വെച്ചപ്പോൾ അവർ തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വീണ്ടും കൂടുതൽ പിന്നീട് ടിപ്പ് തരും. അഥവാ നമുക്ക് ടിപ്പ് തന്നില്ല എങ്കിലോ, ആകെ കൂടി 20 ടിപ്പ് മാത്രമേ സാബുവിൻ്റെ കയ്യിൽ ഉള്ളെങ്കിലോ, എങ്കിൽ നമുക്ക് ആകെ പണി വാളില്ലേ? അപ്പം നമ്മൾ കൊടുത്തതിനൊരു വാല്യൂ ഇല്ലാതെ, നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു വിലയില്ലാതാവത്തില്ലേ എന്നിങ്ങനെ പറഞ്ഞ് ആരടുത്ത് പറയുകയാണ്, ഈ പറയുന്ന അവരുടെ ടീമിൽ പറയാണ്. ഋഷി വന്നതിൽ ഇടപെടുമ്പോഴത്തേക്കുമാണ് ഭയങ്കരമായിട്ടുള്ള വഴക്കാവുന്നത്. അപ്പം ഋഷി പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 4 വരെ പിടിക്കാൻ പോയി, നിങ്ങളോട് നേരിട്ട് സംസാരിക്കണ്ട എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സാബു. ഗസ്റ്റിന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോഴത്തേക്കും ഇവർ 4 പേരോട് ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ അപ്സരയുടെ മണ്ടയിൽ ഋഷി ആവശ്യമില്ലാതെ, അപ്സര ഒന്നും പറയുന്നില്ല, അപ്സരയുടെ മണ്ടയിലോട്ട് ഋഷി തട്ടി അങ്ങ് കയറുവാണ്. നിന്റെ റിയൽ സ്വഭാവമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയുള്ള പ്രൊമോയിൽ കണ്ടില്ലേ, നിന്റെ യഥാർത്ഥ സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിന്റെ യഥാർത്ഥം. നീ എൻ്റെ തലയെ കയറി നിന്ന് ചവിട്ടയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാൻ പോയി, ഒത്തിരി ഞാൻ ശുപാർശ ചെയ്യാൻ പോയി, ഇനിയില്ല. അപ്പോഴത്തേക്ക് കുറേ അപ്സര കേൾക്കുന്നത്. അപ്പോൾ അപ്സര, എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്നു എന്ന് കരുതിക്കൊണ്ട് എൻ്റെ തലയിൽ കയറി നിരങ്ങാം,
എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും കരുതണ്ട കേട്ടല്ലോ. നീ എന്തോ ചെയ്യോടി നീ എന്നെ മൂക്കി വലിച്ച് കേട്ടു. അപ്സര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അത് സീനാക്കുന്നില്ല. അപ്സര കാര്യമാക്കുന്നുണ്ട്. ടീമിലുള്ളവർ HR-നെ പറഞ്ഞു നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല, നമ്മളെല്ലാ ജോലികളും നമ്മൾ ചെയ്തോളാം, നമുക്ക് ടിപ്പ് നമുക്ക് കിട്ടിയ സാധനം നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല, അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചോളാം. അപ്പോൾ പിന്നീട് അപ്സര സായിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നലെ മുതൽ അവൻ എൻ്റെ പിറകെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇനി വന്നു കഴിഞ്ഞാൽ എൻ്റെ വായിരിക്കുന്ന നല്ല പോലെ കേൾക്കും. പവർ റൂമേ ഇതേ സമയമാണ് ഈ പറയുന്ന ഋഷിയെ സാബു ഇളക്കുകയാണ്, ഋഷിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പവർ റൂം നേരിട്ട് ഇവരെടുത്ത് സംസാരിക്കാൻ വരുന്നു, ടണലിൻ്റെ അടുത്ത്. അത് HR-ന് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. HR-ന് ശരിക്കും കംപ്ലയിൻ്റ് ആണ്, നിങ്ങൾ കാരണം ഗസ്റ്റിൻ്റെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെട്ട് പോയതുപോലെയാണ് ഗസ്റ്റ് പറയുന്നത്, മോഷണം പോയതാണ്. അപ്പം നിങ്ങളുടെ 20 കോയിൻ നിങ്ങൾ തിരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ 20 കോയിൻ നിങ്ങൾ തിരിച്ച് ഗസ്റ്റിന് വേണ്ടി കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 2 പേരെ നമ്മളിപ്പോൾ ഔട്ടാക്കും, പുറത്താക്കും. ഈ നമ്മുടെ ഹോട്ടലിൽ നിങ്ങൾ 4 പേരാണല്ലോ ജോലി ചെയ്യുന്നത്, 2 പേരുടെ ജോലി ഇപ്പം നമ്മൾ കളയും. അപ്പം സായി ഒരു കാര്യം പറയാനുണ്ട്, അതായത് HR-നോട് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് കേട്ടു, നമ്മുടെ ഈ പറയുന്ന കളവ് പോയതുപോലെയാണ്, മോഷണം പോയതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞു. കൂടുതൽ പോയിന്റ് നമുക്കാണ്, ഇപ്പം നിലവിൽ നമുക്കാണ് കൂടുതൽ പോയിന്റ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഇനി തിരിച്ചു വാങ്ങിക്കാനുള്ള പ്ലാൻ ആണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. ടിപ്പ് നമുക്കൊരാൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കണം എന്തെങ്കിലും ഇതുണ്ടോ, നിയമമുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. HR നമുക്ക് വേണ്ടി കാല് പിടിക്കാൻ റെഡിയായി, എന്നിട്ട് നമുക്ക് അതിലൊന്നും പരാതിയില്ല. നമ്മൾ HR നമ്മൾ ഇത്രയും പറഞ്ഞ് നമുക്ക് പരാതിയില്ല, എന്നിട്ട് അവസാനം കട്ട മുതൽ പോലെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ടിപ്പ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നമുക്ക് തന്ന ടിപ്പാണ്, ആ ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ കള്ളന്മാരെ പോലെ ആണെന്നല്ലേ ഋഷി പറഞ്ഞത്, അതിന് നമുക്ക് കംപ്ലൈൻ്റ് ഇല്ല. കള്ളൻ എന്നുള്ള വാക്ക് നമ്മളെ 4 പേരെയും പറഞ്ഞു, അതുകൊണ്ട് HR പറഞ്ഞ വാക്ക് നമുക്ക് ഹേർട്ടായി, നമ്മൾ നമ്മുടെ ജോലി രാജിവെക്കാൻ പോവുകയാണ്. എല്ലാം വാരി പറക്കി സായി, അപ്സര, നന്ദന, ശരണ്യ. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗെയിമിലെ ട്വിസ്റ്റ്, പ്രതീക്ഷിക്കാത്ത സാധനം ട്വിസ്റ്റ്. അപ്പോൾ ഇവർ നമുക്കിനി ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല, നമ്മളിനി ഹോട്ടലിൻ്റെ ഒരു പണിയും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഡ്രസ്സ് പോയി അവിടെ വെക്കുന്നു. അപ്പം നോറ അത് ബിഗ് ബോസ് നിങ്ങൾക്ക് തന്ന ടാസ്ക്കാണ്, നിങ്ങളത് ഫിനിഷ് ചെയ്യാതെ. അവർ കേൾക്കണില്ല, ഇവരാരും ഇത് കേൾക്കണില്ല, ഇവരവരുടെ കാര്യം നോക്കി പോകുന്നു. കുറച്ച് കഴിയുന്നു, പവർ റൂമിൽ കലിയിരിക്കുകയാണ്. കാരണം ഇവർ 2 പേരെ ഇതിൽ നിന്നും ഫയർ ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഇവർ 4 പേരും സ്വയമേ കുത്തിച്ചത്തപ്പം ഇവർക്ക് കയറി ഏറ്റു കൊണ്ടും. അപ്പോൾ അൻസിബ വെളിയിലിറങ്ങി വരുന്ന സമയത്ത് അവിടെ പുറത്ത് BB തട്ടുകടയിൽ എന്തോ സാധനം എടുത്ത് അപ്സര കഴിച്ചു എന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രോപ്പർട്ടിയിൽ തുടരുത്, ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത് എന്ന് അപ്സരയുടെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്സര ഇപ്പോൾ യൂണിഫോം ഒന്നും ഇല്ല, ഇപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരിയല്ല. അപ്പോൾ അപ്സര പറയണം ഇവിടെ നിന്ന് ഐസ്ക്രീം ആരാ കട്ടത്, തേങ്ങ ആരാ അടിച്ചോട്ട് പോകുന്നത്? അൻസിബ ചോദിക്കുകയാണ്. അൻസിബ ഒരക്ഷരല്ല, അണച്ച് താറ്റി വിടുന്നു അപ്സര. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഇവരെ 4 പേരെയും കൺഫഷൻ റൂമിലോട്ട് വിളിക്കുന്നു. എന്താണ് നിങ്ങളുടെ തീരുമാനം ഇങ്ങനെ? അപ്പോൾ അപ്സര പറയാണ് മാക്സിമം നമ്മൾ ഗസ്റ്റിനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഫിസിക്കൽ വീക്കായിട്ട് പോലും നമ്മൾ മാക്സിമം നോക്കി, ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു, 5 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 20 പോയിന്റ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, HR-നോട് പറഞ്ഞു. അപ്പോൾ HR വന്നിട്ട് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരെ പോലെയാണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഹേർട്ടായി, നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ല, പക്ഷേ നമ്മൾ ജോലി രാജിവെച്ചു. അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചലഞ്ചിൽ നിന്നും ഔട്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ ചലഞ്ച് ടാസ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പം നേരത്തെ ഈ പറയുന്ന പോലെ സായിയും അപ്സരയും ശരണ്യയും നന്ദനയും മറ്റവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇനി ഇതിൽ പങ്കെടുക്കുന്നില്ല, നമുക്ക് ചലഞ്ചിലല്ല, നമ്മൾ ഇനി ഇവിടുത്തെ ജീവനക്കാരായിട്ട് തുടരുന്നില്ല, നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത്, നമ്മളെ കള്ളൻ എന്ന് വിളിച്ചെടുത്ത് തുടരാൻ നമുക്ക് പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, നിങ്ങളിപ്പം ഈ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല, മര്യാദയ്ക്ക് തിരിച്ച് പണിക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, വേറെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്സര ബിഗ് ബോസ് നമുക്ക് വേറെ വഴിയില്ല, നമ്മളെ കള്ളന്മാരെന്ന് വിളിക്കുമ്പോൾ അപ്പോൾ സായി ബിഗ് ബോസ് എനിക്കൊരു കാര്യം ചോദിക്കണം, നമ്മുടെ ബേസിക് നീഡ്സ് നിഷേധിക്കാനുള്ള അധികാരം അവർക്കുണ്ടോ? അതായത് നമുക്ക് ബാത്റൂമിൽ പോകാനും വീട്ടിൽ കയറാനും അത് എടുക്കാനും ഇതെടുക്കാനും. അപ്പം ബിഗ് ബോസ് ഇപ്പോൾ പവർ റൂമാണ് അവിടുത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുകൊണ്ട് അവർക്ക് എന്ത് വേണോ തീരുമാനിക്കാം. അപ്പോൾ ശരണ്യ അപ്പോൾ നമ്മളെ കള്ളനെന്ന് വിളിച്ചിട്ട് അതിനൊരു വാല്യൂ ഇല്ല ബിഗ് ബോസ് ഇനി എന്ത് തീരുമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഇനി അടുത്ത് വരുന്ന ഡയമണ്ടും നിങ്ങൾക്ക് കിട്ടത്തില്ല, പറയുമ്പോൾ ഈ കോയിനുകളും നിങ്ങൾക്ക് കിട്ടത്തില്ല, അടുത്ത് വരുന്ന ഗസ്റ്റ് ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല, നിങ്ങൾ ഔട്ടായി പോവാണ്. ചലഞ്ചിങ് ടാസ്കിനെ നിങ്ങൾ ഔട്ടായി പോകണം. ഇനി ബാക്കിയുള്ള 3 ടീമുകൾ തമ്മിലായിരിക്കും മത്സരം. അപ്പം നെക്സ്റ്റ് ഘട്ടം, അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നിനും പറ്റത്തില്ല. അപ്സര 2 പേരെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒന്നുകിൽ 20 പോയിന്റ് തിരിച്ചു കൊടുക്കണം, പോയിന്റ് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 2 പേരെ ടെർമിനേറ്റ് ചെയ്യും. നമുക്ക് കിട്ടിയ പോയിന്റ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ സായി പറയാണ്
രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്യുന്നതല്ലേ, നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിന്നോ. നമ്മൾ ഗ്രൂപ്പ് പ്ലേയും കളിക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ പ്ലേയും കളിക്കുന്നുണ്ട്. എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിൽക്കണമെങ്കിൽ നിന്നോ. അപ്പം നന്ദന വേണ്ട, അങ്ങനെ വേണ്ട, നിങ്ങൾ മാത്രമായിട്ട് അങ്ങനെ മാറണ്ട. അപ്പോൾ ശരണി അപ്സര വേണ്ട, നമ്മൾ 4 പേരും കൂടെ അല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ 2 പേര് ടെർമിനേറ്റ് ആയിട്ട് 2 പേര് മാത്രം എന്തിനു ജോലി ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ 4 പേരും ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും. നമുക്ക് ഈ ജോലി വേണ്ട, നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത്. എൻ്റെ പൊന്നെ മക്കളെ, നിങ്ങൾ 4 പേരുമാണ് ഇന്നത്തെ താരങ്ങൾ. സായി, നന്ദന, അപ്സര, ശരണ്യ. സത്യം പറഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഹോട്ടൽ ടാസ്ക് കൊണ്ടുപോകുന്ന ഈ പറയുന്ന ടണൽ ടീമാണ്. അതിന് ഈ ആഴ്ച എന്തായാലും ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്ര സൂപ്പറാണ്. കഥയിൽ ട്വിസ്റ്റ് വരുന്നിടത്താണ് എൻ്റർടൈൻ ഉള്ളത്. അപ്പോൾ അത് ചെയ്യുന്നത് ഈ പറയുന്ന ടണൽ ടീമാണ്. അപ്പോൾ ബിഗ് ബോസ് ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് അവിടെ നിന്ന് പോവാം എന്ന് പറയുന്നു. അവർ പുറത്തിറങ്ങി ഇനി അവരെ തോന്നിവാസമാണ്. കാരണം അവർ ഹോട്ടൽ ജീവനക്കാരല്ല, ആരെ അനുസരിക്കേണ്ട കാര്യമില്ല, ഒരു പണിയും ചെയ്യേണ്ട, അവരവരുടെ തോന്നിയ പാട്ടിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ ശ്വേത മേനോയുടെ കാറിൻ്റെ ഹോണ്. ശ്വേത വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്നു. ശ്വേത എല്ലാവർക്കും അങ്ങോട്ട് പോയി കൈ കൊടുക്കുന്നു. എല്ലാവരും കയ്യിൽ ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഈ എന്താ പറയുക, ഈ ഹോട്ടലിലുള്ള ജീവനക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ വരവേക്കാൻ വേണ്ടി നിൽക്കുന്നു. എല്ലാവർക്കും ശ്വേത കൈ കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, കൈ കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. പക്ഷേ ബാക്കിയുള്ള 4 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ സൈഡിൽ ഇങ്ങനെ സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ കാണാൻ നിൽക്കത്തില്ല, അതുപോലെ നിൽക്കുകയാണ്. പക്ഷേ ശ്വേത അവർക്കും കൈ കൊടുക്കുന്നു, അവർ ഉമ്മ കൊടുക്കാറുണ്ട്. ശ്വേത ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വന്ന ഉടനെ തന്നെ എനിക്ക് റൂമെല്ലാം കാണണമെന്ന് ശ്വേത പറയുന്നു. റൂം കാണിച്ചു കൊടുക്കുന്നു. ഏത് റൂമാണ് ഇഷ്ടപ്പെട്ടത്? പവർ റൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് മാത്രം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ സാബുവിൻ്റെ റൂമിൽ, അത് ഞാൻ ആലോചിക്കാം ഏത് റൂമാണ് എടുക്കേണ്ടത്. നേരെ സാബുവിൻ്റെ റൂമിലോട്ട് പോകുന്നു. എൻ്റെ റൂമിൽ കയറാൻ പറ്റത്തില്ല, സാബു പറയുന്നു. ഞാനടുത്ത ഗസ്റ്റാണ്. അടുത്ത് പവർ റൂമിന് അങ്ങോട്ട് പോകുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പവർ റൂമിലെ അധികാരികൾ പറയുന്നു. അപ്പോൾ ശ്വേത, എനിക്കിപ്പോൾ ഇവിടെ തന്നെ കയറണം. കയ്യിൽ പെട്ടിയും കൊണ്ടാണ് വരുന്നത്, പെട്ടിക്കകത്ത് ഡയമണ്ട് ഉണ്ട്. അപ്പോഴേ പറയാൻ, അപ്പം HR പറയണം, അയ്യോ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം ശ്വേത മേനോൻ, HR ഐ വാണ്ട് ടു സീ ദ പവർ റൂം, എനിക്ക് അതിനകത്തേക്ക് കയറണം എന്ന് പറയണം. അപ്പം നമ്മുടെ പവർ റൂമിലുള്ള ആൾക്കാർ പറയണം, HR കൺട്രോൾ പറ്റത്തില്ല. അപ്പോൾ ശ്വേത, HR നിങ്ങൾക്ക് പവറുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യണം, പവറുണ്ട് നിങ്ങൾക്ക്, നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ശ്വേത എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു കയറാൻ പറ്റത്തില്ല. നേരെ ശ്വേത എല്ലാ റൂമുകളും പോയി കറങ്ങുന്നു. ഒന്നും കൂടി നേരെ ജിൻഡോയുടെ അടുത്തേക്ക് വരുന്നു. ഓരോ റൂമിൽ നെക്സ്റ്റ് കയറിയിട്ട് പറഞ്ഞാൽ, ഇതെന്ത് വൃത്തിയില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, അത് മാം. ഡെന്നി കയറിയിട്ട് ഇതെന്ത് വൃത്തിയില്ലായിരിക്കുന്നത്, അത് മാം. അപ്പുറത്ത് നിന്ന് ടണൽ റൂമിൽ ഗസ്റ്റ് വന്നപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അടിച്ചിറക്കി, അവരൊക്കെ ഇപ്പോൾ ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. നേരെ ശ്വേത കിച്ചണിൽ വരുന്നു. ജിൻഡോ അവിടെ നിൽക്കുകയാണ്. ഹായ് ജിൻഡോ എന്താ മിണ്ടാതിരിക്കണേ എന്നിങ്ങനെ. അപ്പോൾ ജിൻഡോ പറയാണ്, ചേച്ചിയുടെ കളിമണ്ണ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാനോ? അലക്സാണ്ടർ രാജകുമാരിയായിട്ടുള്ള ഞാനോ അഭിനയിച്ചിട്ടുള്ളത്? അല്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്വേത അവിടെ നിന്നുകൊണ്ട് എൻ്റെ റൂം ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡെന്നിലേക്ക് പോകുന്നു. ശ്വേതയ്ക്ക് ഒരു പെഡസ്റ്റൽ കൊണ്ടുവരുന്നു. ആ പെഡസ്റ്റലും ശ്വേത ആ റൂമിനകത്തേക്ക് പോകുന്നു. ഇനി ഒരു മനുഷ്യരും ഈ റൂമിനകത്ത് കയറരുത്. ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വെക്കുന്നതല്ലാതെ ഇതിനകത്തിരിക്കുന്ന ഒറ്റ സാധനങ്ങളും വെളിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ പവറുണ്ട്. ശ്വേത എന്നിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ്, അതായത് ശ്വേത ഒരു സംഭവം ചോദിക്കുന്നു, ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ടോയ്ലറ്റിൻ്റെ ഏരിയയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ മൊത്തത്തിൽ 2 ടോയ്ലറ്റും 2 ബാത്റൂമുമാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതയ്ക്ക് പവർ ഉള്ളതുകൊണ്ട് ശ്വേതയ്ക്ക് തീരുമാനിക്കായിരുന്നു, ഗസ്റ്റുകൾ കയറുന്ന ബാത്റൂമിൽ വീട്ടുകാർ കയറരുത് എന്ന് പറയണമായിരുന്നു. ഗസ്റ്റുകൾ കയറുന്ന ടോയ്ലറ്റിൽ വീട്ടുകാർ കയറരുത്. അപ്പം തന്നെ ഇവർ ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും കട്ടാവും. മനസ്സിലായി? എങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ ഇവർക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു അതായിരിക്കുമെന്ന്. എന്നിട്ട് നേരെ വെളിയിലേക്ക് വരുന്നു ശ്വേത. അപ്പം നമ്മുടെ പുറത്തെ ആൾക്കാർക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. ആര് ഇപ്പം അവർ എംബോക്കികളായിട്ട് ഇങ്ങനെ വെളിയിൽ നടക്കുന്ന ആളുകളായിട്ടാണ് ആര് സങ്കല്പിച്ചിരിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള പവർ റൂം. കാരണം മറ്റവരെ 4 പേരെയും വീട്ടിൽ കയറ്റത്തില്ല. പവർ റൂമിലെ പവർ റൂമിൽ നിന്ന് ടണലിലെ സായി, നന്ദന, ശരണ്യ, അപ്സര ഇവർ അടിച്ച് വെളിയിലിറക്കി ഇട്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പം പുറത്ത് വരുമ്പോഴത്തേക്ക് അവിടെ തുണി വാരി വലിച്ച് സോഫയിൽ ഇട്ടിരിക്കുന്നത് ശ്വേത കാണുന്നത് എന്ത് വൃത്തിയില്ലാത്ത ഇടമാണ്. അപ്പോൾ സാബു, ശ്വേത നിങ്ങളിവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഞാൻ വന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ എപ്പോഴേ നിങ്ങൾ ചെക്കൗട്ട് അടിച്ച് പോയേനെ എന്നെല്ലാം പറയുന്നു. അപ്പം അവിടെ ഈ പറയുന്ന പുറത്ത് 4 പേരുണ്ടല്ലോ, അവർ കലവിൽ അയ്യോ വൃത്തിയില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് പെരുമാറേണ്ട ആവശ്യമില്ല, നമ്മളിവിടുത്തെ ആരുമില്ലല്ലോ, നമ്മളിവിടെ എങ്ങനെ വേണം പെരുമാറും. ശ്വേത എല്ലാവരും ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നു. ശ്വേതയെ വെൽക്കം ചെയ്യുന്നു. ശ്വേതയുടെ കയ്യിൽ നിധിയുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് ശ്വേതയ്ക്ക് ഒരു പെഡസ്റ്റലും കൊടുക്കുന്നു. ഡെന്നെ റൂമിൽ കൊണ്ടുവന്ന് ശ്വേതയുടെ മാണിക്യം എല്ലാവരെയും കാണിച്ച് അവിടെ ഒരു പെഡസ്റ്റൽ ഇങ്ങനെ വെക്കുവാണ്. എന്നിട്ട് ഈ മാണിക്യം ആരെങ്കിലും എൻ്റെ റൂമിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്ന് പറയാണ്. എന്നിട്ട് സാബുവിനെ വിളിച്ചുകൊണ്ട് നേരെ ഈ പറയുന്ന റൂമിനകത്ത് കയറുന്നു. എല്ലാവരും അവരോരോ കാര്യങ്ങൾ നോക്കി പോകുന്നു. ശ്വേതയുടെ പണക്കിഴിയൊക്കെ വരുന്നു.
ഓക്കെ, അപ്പോൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് സാബു ചേട്ടാ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ സാബു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പവർ റൂമും ഒരു പണിയും ചെയ്യുന്നില്ല, അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവരെക്കാർക്കും പോയിന്റ് കിട്ടാൻ അവർ സമ്മതിക്കുന്നില്ല. കാരണം ഇവരുടെ കൂടെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവരാരെങ്കിലും ജയിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷേ ഈ പറയുന്ന ജിൻഡോ, ശ്രീതു, അർജുൻ ഈ കോംബോയ്ക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ ജാസ്മിൻ, സിജോ, ശ്രീരേഖ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ പവർ റൂമിനെ വെട്ടാനും പറ്റും. പക്ഷെ ഇവരാരും വിചാരിക്കുന്നില്ല. അപ്പോൾ ശ്വേത നമുക്കെല്ലാം മാറ്റി മറയ്ക്കാം സാബു ചേട്ടാ, എല്ലാം ശരിയാക്കാം. ആ തൃശ്ശൂരുകാരി കൊച്ച് അവൾ എങ്ങനെ ഉണ്ട്? അപ്പോൾ അവളെ അലപ്പ് മാത്രമേ ഉള്ളൂ, അവളെ ഈ സംസാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ജാസ്മിൻ, അതുപോലെ ജിൻഡോ, സിജോ ഇവർക്കൊക്കെ പറ്റും ഇപ്പോൾ പവർ റൂമിനെ തകർക്കാൻ. അവൻ അതിനകത്ത് കയറി ഫുൾ ടൈം സുഖിച്ചാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം പറയുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്നു. അപ്പോഴുണ്ട് റസ്മിൻ നാരങ്ങ വെള്ളവും കൊണ്ടുവരുവാണ്. മാം ഇവിടുത്തെ കിച്ചൺ ടീം സമരമായിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തന്നെയാണ് നേരിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞൊരു പവർ റൂമാണ്, അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ അധികാരികളാണ് ഈ പറയുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്വേത ചോദിക്കണം എന്താണ് സംഭവം. അപ്പം സാബു പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ അവർ പിരിഞ്ഞു പോയിരിക്കുകയാണ്, വെളിയിൽ അവർ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നു. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാബു ഓരോ കാര്യങ്ങളും ശ്വേത എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ശ്വേതയും തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു സൂപ്പർ സാധനം തന്നെയാണ് മക്കളെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വെറൈറ്റി സാധനമാണിത്, പൊളിയാണ്. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ നിന്ന് കണ്ണെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് അപ്ഡേറ്റ് തരാൻ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ലൈവ് ഇഷ്ടപ്പെട്ടോ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ശ്വേത ഒരു പൊളിക്കും, തീപ്പൊരിയിട്ട് കത്തിക്കും, വീട്ടുകാരായിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി വീട്ടുകാർ എന്ത് തുണി എടുക്കുമെന്ന് വരെ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇട്ട തുണിയാലെ നിൽക്കുകയാണ് എല്ലാവരും. 8 പേരാണ് ഈ പറഞ്ഞ കണക്ക് ഏതിനകത്ത് കിടക്കുന്നത്, റൂമിനകത്ത് കിടക്കുന്നത്. ഡെന്നിലുള്ള 3 പേരും ടണലിലുള്ള 4 പേര്, 7 പേര് അതിനകത്ത് പൂട്ടിക്കിടക്കുകയാണ്. 7 പേരുടെ തുണികൾ ശ്വേതയുടെ അണ്ടർ കൺട്രോളിലാണ് ഇരിക്കുന്നത്. എന്താവും ഏതാവും നമുക്ക് നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആണെങ്കിൽ അത്, പ്രൊമോ ആണെങ്കിൽ പ്രൊമോ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.